മനസ്സിൽ നന്മയുടെ പൂക്കൾ വിരിയുമ്പോൾ ഓരോ മുറ്റത്തും സുന്ദരമായ ഒരു പൂക്കളം വിരിയുന്നു. വടക്കാഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റി സാമൂഹ്യനീതി വകുപ്പ് സായംപ്രഭ ഹോമിലെ മുതിർന്ന പൗരന്മാരായ അച്ഛനമ്മമാർ അത്തം മുതൽ സായംപ്രഭ ഹോമിന് മുന്നിൽ നാട്ടുപൂക്കളാൽ ഭംഗിയുള്ള പൂക്കളം ഒരുക്കുകയാണ്. രാവിലെ തിടുക്കത്തിൽ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത നാട്ടുപൂക്കളും കയ്യിലെടുത്ത സായംപ്രഭ ഹോമിലേക്ക് കുട്ടികളെ പോലെ വേഗമെത്തും. പിന്നെ ഹോമിന് ചുറ്റുമുള്ള പറമ്പിൽ നിന്നും ബാക്കി ലഭ്യമായ നാട്ടുപൂക്കളും പറിക്കും. വട്ടമിട്ടിരുന്ന ഓണപ്പാട്ടുകൾ പാടി ഓണപ്പൂക്കളം ഒരുക്കുകയായി. പഴയകാല ഓണക്കാല ഓർമ്മകളും ജീവിതാനുഭവങ്ങളും പാഠങ്ങളുമെല്ലാം ഈ സന്ദർഭത്തിൽ സംസാരമാകും. മാറുന്ന കാലഘട്ടത്തിലും ഓണത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഇവർ ഓണം ആഘോഷിക്കുകയാണ്. മാറിയ കാലഘട്ടത്തിൽ പുതുതലമുറ പൂക്കൾ പണം നൽകി വാങ്ങി കളമൊരുക്കുമ്പോൾ പഴമ ചോരാതെ തൊടിയിലെ തനി നാടൻ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളമൊരുക്കാൻ ആണ് ഇവർക്ക് ഏറെ ഇഷ്ടം. മുതിർന്നവർക്കായുള്ള സായംപ്രഭ ഹോമിലെത്തുന്ന കാർത്തിയായനിയമ്മ, തങ്ക, സുബ്രൻ, വിജയ്, രാംദാസ്, ദേവൻ, വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഴമയുടെ നാടൻ പൂക്കളം ദിവസവും ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്കായി പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ സായംപ്രഭ ഹോം സംരംഭം മികവിന്റെ രീതിയിൽ മുന്നേറുകയാണ്. ആവശ്യക്കാരായ പ്രായമായവർക്ക് തടസ്സങ്ങളില്ലാതെ ഒരു വേദിയിൽ ഏറ്റവും ആവശ്യമായ സേവനങ്ങളും സഹായവും ഈ പകൽ പരിചരണ കേന്ദ്രങ്ങൾ വഴി നൽകാനാകും. സമൂഹത്തിലെ ഏതൊരു മുതിർന്ന പൗരനും സായംപ്രഭ ഹോമിലെത്തി സൗഹൃദം നേടാം, മുതിർന്നവർക്കൊപ്പം സന്തോഷിക്കാം, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാമെന്ന് സായംപ്രഭ മാനേജർ ഫെസിലിറ്റേറ്ററായ മാർഷൽ സി രാധാകൃഷ്ണൻ പറഞ്ഞു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും സാമൂഹ്യനീതി വകുപ്പും വാർഡ് മെമ്പറും സായംപ്രഭ മാനേജർ ഫെസിലിറ്റേറ്റർ, ICDS സൂപ്പർവൈസർ, കെയർ ഗിവർ എന്നിവരും ഉറച്ച പിന്തുണയുമായി സായംപ്രഭ ഹോമിലെ മുതിർന്നവർക്കൊപ്പമുണ്ട്. നിറങ്ങളുടെ ഈ വർണ്ണക്കൂട്ട് ഒത്തൊരുമയുടെ വലിയൊരു സന്ദേശം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.